ഇന്ന് നമ്മുടെ ഈ ഫ്ലോറിലെ ഒരു കവി വരാൻ പോവാണ്. ഓക്കെ, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്ത് ജനതയ്ക്ക് കന്നഡയുമായി എത്തിയ പ്രിയ കവി. ഓക്കെ, ഒരുപാട് സംഭാവനകൾ നമുക്ക് തന്നിട്ടുണ്ട്. കവിതയും പിന്നെ ഈ പറഞ്ഞ പോലെ അധ്യാപകനാണ്, അതുപോലെ തന്നെ ഗാനരചയിതാവാണ്, അതുപോലെ നമ്മുടെ ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജനകീയമായ ഒരുപാട് കവിതകൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ മുരുകൻ കാട്ടാക്കട സാറാണ് ഇന്ന് നമ്മുടെ ഫ്ലോറിൽ വരാൻ പോകുന്നത്. സോ മുരുകൻ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. സർ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. സന്തോഷം. സുഖമായിട്ടിരിക്കുന്നു സർ. ഞാനിപ്പോ സാർ വരുന്നതിന് മുന്നേ ഞാൻ ഇൻട്രോയിൽ ഇങ്ങനെ പറയായിരുന്നു, ജനങ്ങൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കവിതകളാണ് സാർ എഴുതിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് സാറിന്റെ ആ ഒരു കവിത എഴുതുന്ന രീതി, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ ബേസ് ചെയ്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ, സാറിന്റെ ഒരു രീതി എങ്ങനെയായിരുന്നു? അങ്ങനെയല്ല മോളെ, അതായത് നമ്മള് ജീവിച്ചിരിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുക എന്നതാണ് എല്ലാ സർഗപ്രക്രിയയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം എങ്ങനെയോ ആ കാലത്തോട് പൊരുത്തപ്പെടാൻ കഴിയുന്നിടത്ത് മാത്രം പൊരുത്തപ്പെടുകയും പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോൾ കാലം കുറച്ചുകൂടെ നന്നായാൽ കൊള്ളാമെന്ന് തോന്നുകയും ചെയ്യണമെങ്കിൽ അതിന് അവനവന്റെ സർഗാത്മകതയെ ആ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുക എന്ന ഒരു ധർമ്മം കൂടെ ഈ കലകൾക്കും സാഹിത്യത്തിനും ഉണ്ട്. അപ്പൊ കവിതയ്ക്കും അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ എന്റെ കാലഘട്ടത്തെ, വർത്തമാന കാലത്തെ, ഞാൻ ജീവിക്കുന്ന കാലത്തെ ഞാൻ എങ്ങനെ കാണുന്നു എന്നതിനെ അടയാളപ്പെടുത്തുന്ന മാധ്യമമായിട്ടാണ് ഞാൻ എൻ്റെ കവിതയെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന കാലത്തെ ചില കാര്യങ്ങൾ കവിതയുടെ ഭാഗമായി കടന്നു വരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഓക്കെ, ഇപ്പൊ ഒരുപാട് സൂപ്പർ ഹിറ്റ് സോങ്സ്, അതുപോലെ സിനിമകൾക്ക് വേണ്ടിയും പാട്ടുകൾ സാറ് എഴുതിയിട്ടുണ്ട്. ഒരുപാടില്ല, കുറച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും അത്യാവശ്യം നല്ല സൂപ്പർ ഹിറ്റ്, ഇപ്പൊ പുലിമുരുകൻ അല്ലെങ്കിൽ നമ്മുടെ മല്ലു സിംഗിലെ പാട്ടുകളൊക്കെ അത്യാവശ്യം നല്ല സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു. ഈ സിനിമ പാട്ടുകൾ എഴുതുമ്പോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ശരജിയുമായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പാട്ട് എഴുതാൻ. തത്സമയം ഒരു പെൺകുട്ടി ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ പുതിയ പടത്തിൽ എഴുതി. അപ്പൊ എന്തായാലും സിനിമാ പാട്ടെന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമയിലെ പാട്ടെന്ന് പറയുന്നത് ഒരാളിന്റെ സംഭാവന അല്ല, ഒരു കൂട്ടായ്മയുടെ ഒരു അനേകം ക്രിയേറ്റിവിറ്റികളുടെ ഒരു ബ്ലെൻഡാണ് സിനിമയുടെ പാട്ട്. എന്നാൽ കവിത അങ്ങനെയല്ല. കവിയുടെ മാത്രം ഉൽപ്പന്നമാണ്. കവിക്ക് ഉള്ള പരമാവധി സ്വാതന്ത്ര്യവും താല്പര്യവും എല്ലാം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് കവിത. പാട്ട് അങ്ങനെയല്ല. പാട്ട് ആ കഥ എഴുതിയ ആളിന്റെ മനസ്സിലുണ്ടായിരുന്ന കഥയുടെ സന്ദർഭം, അതിനെ സംവിധായകൻ കൈകാര്യം അല്ലെങ്കിൽ മനസ്സിൽ കാണുന്ന രീതി, അതിനനുസരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ച് ഒരു പക്ഷേ ആദ്യം സംഭവിക്കുന്ന സംഗീതം, ആ സംഗീതത്തിന് അനുസരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ച് സംഭവിക്കേണ്ട വരികൾ, അങ്ങനെ പോകുന്ന ഒരു സാധനമാണല്ലോ പിന്നെ പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എവിടെയാണോ ഏറ്റക്കുറച്ചിൽ വരുന്നത് അതിനനുസരിച്ചായിരിക്കും പാട്ട് നമ്മുടെ ഹൃദയത്തിൽ കയറുകയോ കയറാതിരിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒരാളിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നില്ല പൂർണ്ണമായും. എന്നാൽ കവിത അങ്ങനെയല്ല. കവിത പൂർണ്ണമായും കവിയുടെ മാത്രം സ്വന്തമാണ്. അതാണ് ആ വ്യത്യാസം.